വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ ആവണി സ്വാഗതം പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലെ വൈകുന്നേരം നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മൾ ഈവനിങ് ടൈമിൽ നമ്മുടെ പറമ്പിൽ നിന്ന് പണിക്കാരുണ്ടായതുകൊണ്ട് നമ്മുടെ ഏലത്തിന് തന്നെയാണ് ഒന്നും പണി, ഏലത്തിന് മരുന്നൊക്കെ കലക്കി വയ്ക്കുന്നതായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ ഏകദേശം ഫിനിഷായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആയി എന്താ പരിപാടി എന്നൊക്കെ ഒന്ന് പോയി നോക്കി നോക്കാം. അപ്പോൾ വെയിലിൻ്റെ ഒരു നല്ല വെയിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല കുത്തുന്ന വെയിലായിരുന്നു കേട്ടോ. രാവിലെ ഒരു 12 മണിയൊക്കെ നല്ല തണുപ്പായിരുന്നു, പക്ഷേ അതിനുശേഷം വന്ന വെയിൽ നല്ല ചൂടുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, കാരണം ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആയാലും. അപ്പോൾ നമുക്ക് ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ പറമ്പിലേക്കൊക്കെ നടക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. കിളികളുടെ സൗണ്ടൊക്കെ ഇവിടെ വന്നപ്പോഴത്തേനും നമുക്ക് ഒരു നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ്. നമുക്ക് ഒരുപാട് കിളികളുടെ സൗണ്ട് കേൾക്കുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേനും രാവിലെ ആയിരിക്കും നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ തന്നെ ഒരുപാട് കിളികളുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മുടെ പറമ്പിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത്. അപ്പം നമ്മുടെ ഈ വർഷം വെച്ച് വിടുന്നില്ല നമ്മുടെ ഏത്തവാഴ കേട്ടോ. അപ്പോൾ 2 വളമൊക്കെ ചേർത്ത് നോക്കി നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. നമ്മൾ ചെത്തിക്കൂട്ടി നന്നായിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ കാടുണ്ടായിരുന്നു. അപ്പോൾ കാടൊക്കെ ഒന്ന് ഫുള്ള് കളഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ നമുക്കിവിടെ നമ്മളിപ്പോൾ ഡെയിലി സ്പ്രിംഗ്ലർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാഴയും അതുപോലെ തന്നെ ഏലവും മൊത്തം നമ്മുടെ എല്ലാ വിളകളും നനയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ പല സ്പ്രിംഗ്ലറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നനഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കി മഴ പെയ്തൊരു എഫക്റ്റാണ്. നമുക്കിങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് മണ്ണൊക്കെ നനഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നേരെ പറമ്പിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. കറക്റ്റ് നമ്മൾ സ്പ്രിംഗ്ലറിൻ്റെ ചുവട്ടിലായിട്ട് പോകാൻ നിൽക്കുന്നത്. ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സേഫായിട്ട് നിൽക്കാം, കാരണം നമ്മൾ നനയൊന്നുമില്ല കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഓണായിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാൽ മതി, നനഞ്ഞ് കുളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നമുക്ക് ഒരു ഓടയിലാട്ടോ നമ്മൾ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റുള്ള ഓടയിലാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും നമുക്ക് മേൽഭാഗം ഫുള്ളായിട്ട് നല്ലൊരു തന്നെ ഒരു 360 ഡിഗ്രി ആംഗിളിൽ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തത് എല്ലാവരും നല്ല രീതിയിൽ നനയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ തന്നെ വെക്കേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റിലാട്ടോ ഈ ഒരു ഇല്ലി അല്ലാന്നുണ്ടെങ്കിൽ മുളാന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഓടാന്നൊക്കെ പറയും. അങ്ങനെ നമ്മളിവിടെ ഓടാന്നാണ് കൂടുതലും പറയാറുള്ളത്. എന്നാലും ഈ ഓട സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് പല സ്ഥലങ്ങളായിട്ട് നമ്മുടെ ബാക്കി സ്പ്രിംഗ്ലറുകൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓഫാക്കിയിട്ടിരിക്കുകയാണ്, കാരണം കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം അടിച്ചല്ലോ. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഓണാക്കി ഓഫാക്കി അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് ഇവിടുന്നാട്ടോ നമ്മുടെ ഈ ഒരു ഓസിൽ കൂടെ ആയിട്ട് നന്നായിട്ട് ഫോഴ്സിൽ വെള്ളം വന്നിട്ട് ഇത് നമ്മുടെ സ്പ്രിംഗ്ലറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓസാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഓണാക്കാനുണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിട്ട് നനച്ച് കൊടുത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് തണുപ്പുള്ളതിനനുസരിച്ച് അതേപോലെ തന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ നല്ല പൊള്ളുന്ന ചൂടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നനച്ചൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ഒരു ടൈം ഇടവേളകൾ ഇട്ടിട്ട് നമ്മളിങ്ങനെ നനച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നേരെ താഴേക്ക് പോകാട്ടോ. ഇവിടെയൊക്കെ മണ്ണിങ്ങനെ നനഞ്ഞ് നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടന്നില്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് നല്ല ചുമന്ന മണ്ണാണ്. ചില സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് വയ്ക്കും നേരെ തെന്നി താഴെ പെടുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചാണ് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട്. വെയിലുള്ളതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടക്കിയിടുക നമ്മുടെ വീടിന് ഉണങ്ങിയിട്ട് കേട്ടോ. പഴുത്ത അടക്കിയിടുക ഇങ്ങനെ വീട് കൊഴുകി കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പെറുക്കാനുണ്ട്. പഴുക്കുന്നതിനനുസരിച്ച് ഓരോന്ന് വീഴുന്നുണ്ട്. ഇതിലൊക്കെ നോക്കി വീട്ടിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നമുക്കിവിടെ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ എല്ലാവരും കവുങ്ങിന് നന്നായിട്ട് തന്നെ കോട അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അങ്ങനെ കവുങ്ങ് കൃഷിയിൽ നല്ലൊരു റിസൾട്ട് കിട്ടാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ ചിന്നി ചെതറി കിടക്കോട്ടെ. ഇവിടെ നമ്മൾ പിന്നെ കാടൊക്കെ കളഞ്ഞതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ കാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ തപ്പിയെടുക്കേണ്ട അവസ്ഥയായിട്ടോ. എവിടെയെങ്കിലും ഈ ഒരു കളറ് കണ്ടിട്ട് നമുക്ക് പിന്നെയും കണ്ടുപിടിക്കാനുള്ള ഒരു സൈഡൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് കേട്ടോ. കാടും കൂടി വളരുമ്പോഴേ നമുക്ക് ഇതൊക്കെ അങ്ങ് കിടക്കും കേട്ടോ. ഇങ്ങനെ ഒരു കവുങ്ങിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മളിങ്ങനെ മേളിലിങ്ങനെ പഴുത്ത് നോക്കിയിട്ട് ഇങ്ങനെ തപ്പിയെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. നമുക്കിങ്ങനെ ആവുന്നതിനനുസരിച്ച് നമുക്ക് അടയ്ക്ക പറിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മുതലാവുന്ന ഒരു പരിപാടിയും കൂടി അല്ലാട്ടോ. കാരണം നമുക്ക് എല്ലാ കവുങ്ങിലൊന്നും അടയ്ക്കയില്ല, വളരെ വിരളാട്ടോ നമുക്ക് അടയ്ക്കയുള്ള കവുങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കവുങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഹൈറ്റിലാട്ടോ പോയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ തോട്ടിയൊക്കെ വെച്ചിട്ട് വലിച്ചെടുക്കാനും പറ്റില്ല, കാരണം അത്രയും നല്ല ഹൈറ്റിൽ പോയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ കവുങ്ങൊക്കെ കയറുന്ന ആൾക്കാരെ തന്നെ വിളിച്ചാൽ നമുക്കതൊക്കെ പറിച്ചെടുക്കൽ പറ്റുള്ളൂ. പിന്നെ ഒരു കവുങ്ങിൽ കയറാൻ തന്നെ അത്യാവശ്യം നല്ല റേറ്റും. അപ്പോൾ നമുക്ക് അതിന് മാത്രം അങ്ങ് പറിച്ചെടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എപ്പോഴും അതായത് അടയ്ക്ക ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ പറിപ്പിക്കാറുള്ളൂ കേട്ടോ ആളെ നിർത്തിയിട്ട്. കാരണം നമുക്ക് ഇതിപ്പോൾ തന്നെ മരുന്നൊക്കെ അടിച്ച് സെറ്റാക്കി ഇങ്ങനെ നിർത്താൻ തന്നെ അത്യാവശ്യം നമ്മളിപ്പോൾ ഇറക്കുന്ന പൈസ ഒരു പകുതി പോലും നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല കേട്ടോ. കാരണം അത്രയും കുറവായിട്ട് നമുക്ക് അടയ്ക്ക കിട്ടില്ല ഇവിടെ. കാരണം കോട ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരുന്നടിച്ചാൽ പോലും നമുക്ക് ചിലതിലൊന്നും ഇങ്ങനെ അടയ്ക്ക ഉണ്ടാവുന്നൊരു ഇത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലതിലൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളൂ. അല്ലാതെ അടയ്ക്കൽ നമുക്കിങ്ങനെ വലിയൊരു റിസൾട്ട് അങ്ങനെ ഇപ്പോഴാട്ടോ ഇങ്ങനെ കൂടുതലായി ഇങ്ങനെ കിട്ടാതായി തുടങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ നമുക്കാണെങ്കിൽ ഇവിടെ കുറേ കവുങ്ങളിൽ
മണ്ട പോയിരിക്കുകയാണ്. ഇപ്പോൾ കവുങ്ങുകൾ തന്നെ ഇപ്പോൾ കുറഞ്ഞു തരും കേട്ടോ. കുറേ കവുങ്ങ് ഇപ്പോൾ മണ്ട പോയിട്ട്, അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ കുറേ കവുങ്ങൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മൾ മുറിച്ചൊക്കെ എടുക്കാറ്. അതായത് നമ്മുടെ വിറകിനൊക്കെ തട്ടിടാനും അങ്ങനെ ഓരോന്നിനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ നടന്നതാ ഒരു പകുതിയോളം എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആയാലും വാഴ തന്നെയാണ് കേട്ടോ. വാഴയൊക്കെ ഏകദേശം എല്ലാം ഒരേ ലെവലിലാട്ടോ നിൽക്കുന്നത് ഫുള്ളായിട്ട്. ഇപ്പോൾ നല്ല വെയിലൊരു സമയത്താണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഒരു വെയിലിൻ്റെ എഫക്റ്റ് അങ്ങനെ അങ്ങ് ബാധിക്കില്ല കേട്ടോ. കാരണം വേറെ നല്ലൊരു വാഴയുടെ ഇലകളും ഇങ്ങനെ നമുക്ക് ഒരു തണൽ തേക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങിയാൽ നമ്മുടെ ഏലത്തിൻ്റെ അവിടെ ആയാലും നന്നായിട്ട് തന്നെ ഒരു തണൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു വെയിലിൻ്റെ കുത്തൽ അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നമുക്കിത് പതുക്കെ മേളിലേക്ക് കയറാം. ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഗൈസ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് ഇങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ പരിപ്പാക്കിയിട്ട് ഇങ്ങനെ ഉണക്കാനിട്ട രീതിയിലല്ല ഇത് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇത് ചെയ്തത് നമ്മളല്ല കേട്ടോ. നമ്മുടെ പറമ്പിലെ വരികൾ ഒപ്പിക്കുന്ന പണികളാണിത്. നമ്മുടെ കാപ്പിക്കുരുവിൻ്റെ സീഡാട്ടോ. അത് ആ ഒരു തോലൊക്കെ കളഞ്ഞ് ഒരു പരിപ്പ് മാത്രമായിട്ട് ഇട്ടിരിക്കുവാട്ടോ. ഇത് ഒത്തിരി ഉണ്ടാവാറില്ല കേട്ടോ. നമ്മളിങ്ങനെ വരുന്നൊരു ടൈമിൽ ഇപ്പോൾ നമ്മുടെ കാപ്പിക്കുരുവൊക്കെ പറിക്കുന്നൊരു സീസണാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമായിട്ട് നമ്മൾ കാല് വയ്ക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കാപ്പിക്കുരുവിൻ്റെ ഒക്കെ ചുവട്ടിലേക്ക് നമുക്ക് വാരി എടുക്കാൻ പാകത്തിനായിട്ട് ഇങ്ങനെ നിറച്ചുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു ഇലയിൽ എടുക്കുന്നേ ഉള്ളൂ. എനിക്ക് ഒരുപാടുണ്ട് അല്ലേ. അതിൻ്റെ ചുവട്ടിൽ ഇനിയും കുറേ കിടക്കുന്നുണ്ട്. കാരണം ഇത് ലാസ്റ്റായിട്ട് പഴുത്തിട്ടുള്ളതാട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ കാപ്പിക്കുരു പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തോല് നല്ല മധുരമായിരിക്കും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഒരു വെരിക്കും എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് വരുന്നതാട്ടോ. അപ്പോൾ അത് അവരിങ്ങനെ കഴിച്ചിട്ട് തുപ്പിയിടുന്നൊക്കെ അടുത്ത് നോക്കി ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഒരു ടൈമിൽ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാപ്പിക്കുരു പറിക്കുന്ന നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മൾ പറിക്കുന്ന ഒരു ടൈം. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് കുറേ ഉണ്ടായിരുന്നു. പെട്ടെന്ന് വരാൻ കാരണം ഈ ഒരു ടൈമിലാണ് ആ ഒരു ഭാഗത്തേക്ക് ലാസ്റ്റ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഉണ്ടാകുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നതനുസരിച്ചാണല്ലോ ആദ്യം ഉണ്ടാവുന്നത്. ആദ്യം മൂത്ത് പഴുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് ഉണ്ടായതാണ്. ചില മരത്തിലുണ്ട് കേട്ടോ കുറച്ച് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചുള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നത് ഇതിലും അതേപോലെ ലാസ്റ്റ് ഉണ്ടായത് കേട്ടോ. പക്ഷേ ഇതും നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും അവശേഷിച്ചിട്ടില്ല എന്ന് പറയാം. നമുക്ക് അവിടെ ഇവിടെ കുറച്ചിങ്ങനെ ചെറിയൊരു തെളിവ് മാത്രം വെച്ചിട്ട് പോയിരിക്കുവാണേ. ഇതിപ്പോൾ നോക്കി ഇതിങ്ങനെ നന്നായിട്ട് പഴുക്കുന്നതനുസരിച്ച് നല്ല റെഡ് കളർ ആവുമല്ലോ. അപ്പോൾ അതൊരു തോല് നമുക്കായാലും ഉള്ളൊരു മധുരം കേട്ടോ അത് തോല്. അപ്പോൾ ഒരു മധുരമുള്ള ആ ഒരു ഭാഗം മാത്രം കഴിച്ചിട്ട് ആ ഒരു പരിപ്പ് അവിടെ ഇളക്കിയിട്ട് പോകണം കേട്ടോ. അങ്ങനെ കേട്ടോ നമുക്ക് ഇതിൻ്റെ ചൂട്ടിലായാലും അത്യാവശ്യം കിടക്കുന്നുണ്ട് കേട്ടോ പരിപ്പൊക്കെ. കാരണം ഇതിലിപ്പോൾ ഈ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ പഴുത്തതനുസരിച്ചിട്ടായിട്ടില്ല അവർ കഴിച്ച് പോയിരിക്കുന്നു. ഇതൊക്കെ പറിക്കാനായിട്ട് ഒന്നും അവിടേക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. ഈ ഒരു കാപ്പിച്ചെടിയിലേക്ക് നമ്മൾ നേരത്തെ പറിച്ചതാട്ടോ. നോക്കി അതൊക്കെ നന്നായിട്ട് പറിച്ച് നല്ല ഇത് തന്നെ കവാത്ത് ചെയ്ത് വിട്ടതാട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് കവാത്ത് ചെയ്യാണ്. നോക്കി ഇതിലൊക്കെ ഇതാ ചെറിയ രീതിയിൽ പൂവിട്ട് തുടങ്ങുന്നുണ്ടേ. ചെറുതായിട്ട് പൂക്കളിങ്ങനെ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആദ്യം പറിച്ചതിലൊക്കെ ഇങ്ങനെ പൂക്കൾ ചെറുതായിട്ട് ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കാപ്പിയുടെ പൂവ്. അപ്പോൾ കുറേ പേർക്ക് അറിയാമായിരിക്കും, എന്നാലും നമ്മുടെ വീഡിയോ കാണുന്നതിന് കുറേ പേര് കാപ്പി ഏലമൊക്കെ ആയാലും ആദ്യമായിട്ട് കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. നമുക്ക് കമൻറ്റ് ബോക്സൊക്കെ നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അറിയുന്ന കൂട്ടുകാർ ഓക്കെ. അതൊക്കെ നോക്കി ചെറിയ മുട്ടുകളാട്ടോ. ഇതിനൊക്കെ നിറച്ചുണ്ട് മുട്ടുകൾ. താഴേക്കൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണെങ്കിലും ഞാനിപ്പോൾ നേരത്തെ ഈ ഒരു കാപ്പിക്കുരുവിൻ്റെ പരിപ്പൊക്കെ ഇളക്കിയിട്ട് സംഭവം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കൃഷിയിടത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിനൊക്കെ നേരിട്ട് നമ്മൾ വീണ്ടും ചെയ്യാൻ കാരണം നമുക്ക് ഇതിനോടൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിപ്പോൾ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല. കാപ്പിക്കുരു പോലെ തന്നെ നമുക്കിപ്പോൾ അടുത്ത സെക്ഷൻ നമ്മുടെ അതായത് ഈ ഒരു സെക്ഷൻ നമുക്ക് ഏലക്കായ് വിളവെടുക്കുന്ന ഒരു ടൈം ആയിട്ടുണ്ട്. പക്ഷെ നമുക്കാണെങ്കിൽ ഇപ്രാവശ്യം ഏലക്കായ് വിളവെടുക്കാനായിട്ട് ഒരു സംഭവം അങ്ങനെ ഇല്ലയെന്ന് തന്നെ പറയാട്ടോ. കാരണം നമുക്കങ്ങനെ ഇപ്പോൾ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ചേച്ചിമാരെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പാകത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം എന്താ നമ്മുടെ പറമ്പിലുള്ള മെയിൻ ശത്രുക്കളാട്ടോ നമുക്ക് ഈ ഒരു കാര്യത്തിൽ എലികളും അതേപോലെ തന്നെ തവളകളൊക്കെ. ഇതുകൾ ഇങ്ങനെ കഴിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു കുരു ഫുള്ള് അവർ കഴിച്ചിട്ട് ആ ഒരു തോട് മാത്രമായിട്ട് ഇട്ടിരിക്കുക കേട്ടോ. പക്ഷേ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ കാപ്പിക്കുരുവിൻ്റെ കാര്യത്തിൽ അതല്ല കേട്ടോ. അവർ പരിപ്പ് അവിടെ ഇട്ടിട്ട് അവർ തോടാട്ടോ കഴിക്കും. ഇതാണെങ്കിൽ നമ്മുടെ ഏലക്കായൻ്റെ കാര്യത്തിലാണ് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ലൈവായിട്ടൊന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ പറയുന്നത് സത്യമാണ്. കാരണം ആ സാധ്യതയ്ക്ക് പോയി സാധനം നല്ല ഏത് ഭാഗത്തൊക്കെ ഉണ്ടായിട്ട് അത്യാവശ്യം നമുക്ക് അവിടെ അപ്പോൾ കുറച്ച് നമുക്ക് വ്യക്തമായിട്ട് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. ഈ താഴേക്ക് ഫുള്ളിങ്ങനെ
ഇറക്കും കേട്ടോ. ഇതിങ്ങനെ കുത്തനെ ഇറക്കമായിട്ട് നമ്മൾ പതുക്കെ നല്ല സീസായിട്ട് നമുക്ക് ഇറങ്ങി പോകും. വരുന്ന വരവിൽ തന്നെ നോക്കി കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. സങ്കടം വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് എന്തോരം ഫുള്ള് പഴുത്ത് നന്നറിഞ്ഞ് മൂത്ത് നമുക്കിപ്പോൾ വിളവെടുക്കാൻ കറക്റ്റ് ഭാഗത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇത് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. നോക്കി ഇതിലിപ്പോൾ കുറേ ചൂട് കിടത്തന്നെ ഉണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് ഒന്നും ഇല്ല തന്നെ പറയാം കേട്ടോ എടുക്കാനായിട്ട്. എനിക്കിതാ കുറേ ചപ്പുണ്ട്. ആ ചപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്കും ഇത് ഫുള്ള് ഇങ്ങനെ തിന്നെ ഇട്ടിരിക്കും കേട്ടോ. കുറേ അവർ കഴിച്ച് പോയതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി കുറേ സീഡ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. സീഡും പിന്നെ പൊളിച്ചിട്ടതോ ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ വിത്ത് വിതച്ച രീതിയിലാട്ടോ ഫുള്ള് നിരന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. നോക്കി അങ്ങനെ കൈവച്ച് വാരിയെടുക്കാം ആ രീതിയിലാട്ടോ. ഇവിടെ ആയാലും കാരണം നമ്മൾ ഇതിപ്പോൾ ഓരോന്നിപ്പോൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഏലത്തിൻ്റെ ഒരു ചിന്തിനായാൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതേപോലെ ഇതിന് കൊടുക്കുന്ന മരുന്നുകളായാലും വളങ്ങളായാലും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മുടെ ഏലത്തിന് കൊടുക്കുന്നത് ഫുള്ള്. എന്നിട്ട് നമുക്ക് അതിന് വിളവെടുക്കാൻ വരുമ്പോൾ കിട്ടുന്നതാണെങ്കിൽ ഈ ഒരു അവസ്ഥയാട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സങ്കടമുള്ള കാര്യം തന്നെയുണ്ട്. പിന്നെ നമ്മളിത് ചെയ്താൽ നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാട്ടോ ഇതൊക്കെ നമ്മൾ പിന്നെയും നമുക്ക് നല്ലൊരു ഇത് വരുന്നുള്ള രീതിയിലാണ് നമ്മൾ പിന്നെയും ഇത് ചെയ്യുന്നതിലേക്ക് ഓരോന്നിങ്ങനെ മാറ്റാൻ തോന്നില്ല കേട്ടോ. കാരണം ഓരോന്നിങ്ങനെ നമ്മൾ പൊക്കി മാറ്റുമ്പോഴും അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ കണ്ടതിൻ്റെ ഇരട്ടിയിട്ട് കൂടുതലാണ്. നോക്കി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കി ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടതിൻ്റെ ഇരട്ടിയാട്ടോ. ഇവിടെ നമ്മളിങ്ങനെ ഇത് ഒരാളെ നിർത്തി ചെയ്യിക്കുന്ന രീതിയിലാട്ടോ ഇവിടെയൊക്കെ കിടക്കുന്നൊരവസ്ഥ. ഫുള്ള് അരിയും അതുപോലെ തന്നെ തോലൊക്കെ വേർതിരിച്ചിട്ടിരിക്കുവാണേ. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ ഏലക്കായ എടുക്കാനില്ല കേട്ടോ. നമ്മുടെ ഏലക്കായൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സീഡിൽ നല്ലൊരു മധുരം കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇതേപോലെ ഈ ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ട് അവർ പോകുന്നത്. ഓക്കെ ഇവിടേക്ക് നമുക്ക് വാരി എടുക്കാം കേട്ടോ. ആ രീതിയിലാട്ടോ സീഡൊക്കെ ഒത്തിരി ഉണ്ട്. നല്ല മൂത്തതാട്ടോ. കാരണം ആ സീഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ ഫുള്ള് നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഏലക്കർഷകരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ ഈ ഒരു അവസ്ഥയുണ്ട്. നിങ്ങളപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. കാരണം നമ്മുടെ ഇപ്പോൾ ഒരു ചൂടല്ല കേട്ടോ ഇത്. നമ്മുടെ മിക്ക ഏലത്തിൻ്റെ ചൂടും ഇതേ സെയിം അവസ്ഥയിലാട്ടോ കിടക്കുന്നത്. ഇതൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ അതിൻ്റെ വഴിക്ക് വിടാം. അപ്പം ഇതൊക്കെ നാളത്തേൻ്റെ ഒരു നല്ല തുടക്കത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും നമുക്ക് കൃഷി നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ തന്നെ കാര്യം അപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു സന്തോഷമുള്ളൊരു കാര്യമാട്ടത് ഇത് നമ്മുടെ ജാതിത്തൈ ആട്ടത്. അപ്പോൾ ഈ ഒരു ജാതിത്തൈ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കൊടുത്തിട്ട് അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. വെറും 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെ തട്ടൊക്കെ അടിച്ച് ഉഷാറായിട്ട് ആശം കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഫുൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വേറെയും കൃഷികൾ ചെയ്യാറ്. കാരണം നമ്മൾ ഒരേ വിളകൾ തന്നെയല്ലല്ലോ കൃഷി. നമ്മുടെ വീഡിയോസ് ഡെയിലി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോസിലൂടെ ഞാൻ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയണത് എന്നാ കൂടുതൽ നോക്കി ആശാന് വളരാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് നോക്കി നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ഭാഗം ഇങ്ങനെ വിട്ടിട്ടുള്ളത്. കാരണം ഇവിടെയൊക്കെ തൊട്ടടുത്ത് ഏലത്തിൻ്റെ കുറച്ച് ചൂടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ആളെ ബാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ജാതിത്തൈ വെച്ച് കൊടുത്ത് നമ്മൾ കുറച്ച് വേറെയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുള്ളൊരു 5-6 തിരിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നതാണ് ഒരു പ്രതീക്ഷ. അപ്പം നല്ല ഉഷാറായിട്ട് തന്നെ വരട്ടെ. പിന്നെ തടമായാലും നല്ല വിശാലമായിട്ടൊരു തടമൊക്കെ എടുത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് കാണാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ജാതിക്ക് കൂടുതലായിട്ടും ചെയ്യാറുള്ളത് കൂടുതലും ജൈവവളം തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് അതേപോലെ തന്നെ നമ്മുടെ എല്ലുപൊടി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും വേണമെന്നുള്ള കൂട്ടുകാരാണെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് മുന്നേ നമ്മുടെ ചാനൽ തുടങ്ങിയ ടൈമിൽ ഞാൻ ജാതിച്ചോടൊക്കെ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് തടമൊക്കെ വെട്ടി ഏത് രീതിയിലുള്ള വളങ്ങളാണ് നമ്മൾ ആ ഒരു സമയത്ത് കൊടുത്തുന്നൊക്കെ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് അത് കണ്ടു നോക്കിട്ടോ. അപ്പോൾ എന്തായാലും എല്ലാമത്തേനൊക്കെ നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നതാണ് ഒരു പ്രതീക്ഷ. അപ്പോഴത്തേനും കുറച്ചുകൂടി ഹൈറ്റും വെച്ച് നല്ല രീതിയിൽ തട്ടൊക്കെ അടിച്ച് കയറി നല്ല രീതിയിൽ തന്നെ വട്ടവും കൂടി വീശിടും. അപ്പോൾ നല്ല രീതിയിൽ കായ്ക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടെന്നുള്ളത് എന്നായിട്ട് തന്നെ കായ്ക്കട്ടെ. അതേപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ ഏലത്തിൻ്റെ ചൂട് നമ്മുടെ തണിപ്പറമ്പൻ്റെ ഒരു വെറൈറ്റി ഇനാണ് കേട്ടോ. അതിൽ ഇതൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. നന്നായിട്ടുള്ള ചിമ്പൊക്കെ പുതിയ ചിമ്പൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന ചെറിയ മുളകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ കുറച്ച് ചപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രിംഗ്ലറും കൂടി നനച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു തണുപ്പും കൂടി അതിന് കിട്ടും. അപ്പോൾ വേരോട്ടമൊക്കെ നല്ല രീതിയിൽ തന്നെ കൂടി നമ്മുടെ ഹെൽത്തി ആയിട്ട് വളരാനും കൂടി ഹെൽപ്പ് ചെയ്യും. നമുക്കിവിടെ ചെയ്യേണ്ട അടുത്തൊരു പരിപാടി പറഞ്ഞാൽ കാട് ഇവിടത്തേക്ക് ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് ചെത്തിക്കൂട്ടി സെറ്റായി കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വേരോട്ടൊക്കെ കൂടി ഒന്ന് വട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ അടുത്ത് ചിമ്പൊക്കെ വരാൻ വേണ്ടി അടിപൊളിയാണ്.
അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാനുണ്ട് നമുക്ക്. ഇപ്പോൾ നോക്കി അത്യാവശ്യം ഒരു 3-4 ഇലയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഹൈറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും വഴി ഓരോന്നോരോന്നായി സെറ്റാവട്ടെ. ഈ കാടായാൽ ഇങ്ങനെ വള്ളികളാട്ടോ കുറേ. വള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചൂട് മതിയിട്ട് പിന്നെ അവിടെ ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാട്ടോ ഇരട്ടി സ്പീഡിലാണ് ഉണ്ടാവും. നോക്കി ഈ ഒരു വള്ളി നമ്മൾ എത്രത്തോളം നമ്മുടെ പറമ്പിൽ ഒഴിവാക്കാൻ നോക്കിയാലും അങ്ങ് മൊത്തമായിട്ട് പോകുന്നില്ല കേട്ടോ. കുറേ ഉണ്ട് നമ്മുടെ കാപ്പിയുടെ തലപ്പത്ത് കൂടെ തന്നെ ചുറ്റി കയറിയിട്ട് കുറേ ഉണ്ട്. നമ്മളിങ്ങനെ കാപ്പിയൊക്കെ കവാത്തി ചെയ്യുന്ന സമയത്തായാലും കുറേ കാണാറുണ്ട്. ഈ ഒരു വട്ടത്തിൽ നമുക്കൊന്ന് വലിയ വലിയ കറികളുണ്ടല്ലോ കുറച്ച്, അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് സെറ്റാക്കാം ഇവിടെ തന്നെ. ഒരു ഭാഗം മാത്രം, ബാക്കിയൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ കാട് വെട്ടുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മൾ ചൂട് ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെയാണ് പറിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെടിയൊക്കെ നാശാവാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. ബാക്കി കുറച്ച് വിട്ടിട്ടാണെങ്കിൽ നമുക്ക് കാട് വെട്ടി മെഷീൻ വെട്ടുകയാണെങ്കിലൊക്കെ കുറച്ചുകൂടി സേഫാണ്. അപ്പോൾ അതാ നമ്മൾ പറിച്ചിട്ടുള്ള ഈ ഒരു ചപ്പ് നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ തന്നെയാണ് ഒരു തണലായിട്ട് വെയിലധികം അങ്ങ് ഡയറക്റ്റ് ഇതിലേക്ക് ചുണ്ടിലേക്ക് ഇങ്ങനെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ്. ഇത് ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ ആശാൻ ഉണ്ടായിട്ടുള്ളതാ നേരെ നോക്കി നമ്മുടെ കാപ്പിയിലാട്ടോ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കാപ്പിയുടെ അവസ്ഥ ഇതാ ഈ ഒരു രീതിയിലാട്ടോ. പല ഇത്തിൽക്കണ്ണിയൊക്കെ ഇങ്ങനെ ചുറ്റി പടന്ന എന്തായിരിക്കും അവസ്ഥ ആ ഒരു ചെടിയുടെ ആ ഒരു അവസ്ഥയിൽ, ശോകാവസ്ഥയിലായിട്ടോ നമ്മുടെ കാപ്പിയുടെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മുടെ കാപ്പിയിലൊന്നും ഇല കാണുന്നില്ല കേട്ടോ. ഫുള്ള് ഈ ഒരു വള്ളി ഇങ്ങനെ ചുറ്റി പടന്നിട്ട് അതിൻ്റെ ഇലയും അതുപോലെ പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നിറഞ്ഞ്. ഇങ്ങനെ താഴേക്ക് നടന്ന് വരുമ്പോൾ പറമ്പിൽ കൂടെ നമ്മുടെ സ്പ്രിംഗ്ലറിൻ്റെ ഓസുകളും അല്ലാതെ ഓസുകളൊക്കെ കാണുമ്പോൾ ഈ കാണുന്ന ഓസ് നമ്മുടെ ഏലത്തിനൊക്കെ നമ്മൾ മരുന്ന് മേർക്കുന്ന വളങ്ങളൊക്കെ കലക്കി വയ്ക്കുന്ന ഓസാണ്. അപ്പോൾ നമ്മൾക്ക് താഴെ അങ്ങ് താഴേന്ന് നല്ല മേളിൽ ഹൈറ്റിലേക്ക് അട്ടിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എൻഡ് കിടക്കുന്നത് ഏറ്റവും മേലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മരുന്ന് വളങ്ങളൊക്കെ ഒഴിക്കുമ്പോൾ മേളിൽ നിന്ന് അങ്ങനെ അടിച്ചടിച്ച് താഴേക്ക് കിടക്കും. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല കുത്തനുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ചുമന്ന് മേളിലേക്ക് കയറുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു മേളിൽ നിന്ന് ഇങ്ങനെ ഇറക്കത്തിലേക്ക് ഇറങ്ങി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ മേളിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗം അടങ്ങി കിടക്കുന്നതൊക്കെ അതേപോലെ തന്നെ ഇതേതാ ഈ ഒരു സംഭവം നോക്കിയത് നമ്മൾ അധികമായിട്ടില്ല കേട്ടോ. ഈ ഒരു നമ്മുടെ ഈ ഒരു കൊടി വെച്ച് കൊടുത്തുള്ളത്. അപ്പോൾ ഈ ഒരു കൊടി നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ പാകി മുളപ്പിച്ചിട്ട് അങ്ങനെയൊന്നും വെച്ചതല്ല. അത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കയ്യിലുള്ള വള്ളികളുണ്ട്. അതിൽ തന്നെ കുറച്ച് വെറൈറ്റി ഇനം വള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അതിൽ തന്നെ നമ്മൾ വള്ളി മുറിച്ചിട്ട് അങ്ങനെ നട്ടു കൊടുത്തിട്ടുള്ളത്. നമുക്ക് 3-4 വള്ളികൾ ഒരുമിച്ച് നട്ടുകൊണ്ടിരുന്നതാ ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഇതാ 2 എണ്ണം നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. മുളയൊക്കെ വന്ന് ഉഷാറായി വരുന്നു. കുറച്ചുകൂടി ഒന്ന് മുളയൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം നമുക്കിതിനെ ഈ ഒരു മരത്തിലേക്ക് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. പുതിയ മുള വരുന്നതനുസരിച്ച് നമ്മളിതിനെ കെട്ടിക്കൊട്ടി കൊടുക്കണം. കാരണം നമ്മുടെ ഈ ഫുള്ള് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കും. നമ്മുടെ വീഡിയോസിലൂടെ എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ കാപ്പി, കുരുമുളക്, ഏലം അതൊക്കെ നിങ്ങൾ പിന്നെയും കാണാറുണ്ടാവില്ല. പക്ഷെ നമ്മുടെ അതിൽ അപൂർവമായിട്ട് വളരെ വിരളായിട്ട് കാണുന്ന ഒന്നാണ് ഈ കാണുന്ന ആശാൻ. അത് നമ്മുടെ തെങ്ങ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിൽ ആകെ 2 തെങ്ങുള്ളൂ കേട്ടോ. നമുക്ക് മരുന്നിന് 2 എണ്ണം അല്ല ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നോക്കി വലിയ തടാണ് നമ്മൾ എടുത്ത് നല്ല അടിപൊളിയായിട്ട് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം നമ്മൾ അടിപൊളിയായിട്ട് നോക്കിയാൽ പോലും ഇവിടെ തെങ്ങ് കവുങ്ങൊക്കെ കായ്ക്കുന്നത് വളരെ കുറവാട്ടോ. കവുങ്ങ് ഈയിടെയായിട്ടാട്ടോ ഈ ഒരു ശോകാവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത്. അത് നല്ല തണുപ്പും കോടയൊക്കെ ആയതുകൊണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അറിയില്ല. എന്നാലും നമ്മളിവിടെ കാര്യമായിട്ട് തന്നെ വലിയ തടമൊക്കെ എടുത്ത് നല്ല രീതിയിൽ തന്നെ കെയർഫുള്ളായിട്ടാണോ നോക്കുന്നത്. അങ്ങനെ നോക്കിയിട്ടായാലും നന്നായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിലാട്ടോ. എന്തായാലും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നോക്കി ഒരുപാട് ഹൈറ്റൊന്നും പോയിട്ടില്ല. ഈ ഒരു ലെവലിലേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് വളരാനുണ്ട് കേട്ടോ. ഇതിലൊരു തേങ്ങ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആയാലും നല്ല രീതിയിൽ തന്നെ സൺലൈറ്റൊക്കെ കിട്ടുന്നൊരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു തെങ്ങ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ താഴെ നിന്നൊക്കെ ഇങ്ങനെ പതുക്കെ നടന്നിരുന്നതാ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫുള്ള് ഇങ്ങനെ എല്ലാവരും നോക്കി നടന്നിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും കാടെന്ന് പറയാൻ നമുക്കൊന്നും ഇല്ലാതെ ഫുള്ള് ഞാൻ പറയാം മണ്ണിട്ട് നികത്തിയ രീതിയിലാണ്. ഫുൾ മണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാട് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സെറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ മെയിനായിട്ട് നടക്കുന്നത് ഏലത്തിൻ്റെ പണികളൊന്നും വരുന്നത്. ഏലത്തിന് മരുന്നടി വളം ഇളക്കി ഒഴിക്കില്ല. അതുപോലെ തന്നെ ഏലത്തിൻ്റെ ചുവടൊക്കെ തേട് നന്നായിട്ട് തുളച്ച് കിട്ടി. അതായത് ഏലത്തിന് നന്നായിട്ട് തന്നെ മണ്ണ് ഇട്ട് കൊടുത്തിരിക്കും കേട്ടോ ചോട്ടി കൂടെ. എന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ വേരോട്ടം ഉണ്ടാകുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇതാ ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ വരെ കേട്ടോ. അപ്പോൾ മേളിൽ ഇങ്ങനെ ഈ ഒരു ലെവൽ വരെ ഇപ്പോൾ നമ്മൾ ചെയ്തെത്തിയിട്ട് നമുക്കിങ്ങനെ പതുക്കെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇതാ ഇതേ ഓരോ സെറ്റാക്കി എടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പണി തുടങ്ങാൻ വേണ്ടി. അതായത് നമ്മുടെ ഏലത്തിൻ്റെ ഈ ഒരു കൈയൊക്കെ ഒരുക്കി ഉണങ്ങിയതും അതുപോലെ തന്നെ വേണ്ടാതെ കേടായതും അങ്ങനത്തെയുള്ള കരിഞ്ഞ സംഭവങ്ങൾ അങ്ങനത്തെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി ഒന്ന് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് ഒരുക്കാൻ വേണ്ടി. അപ്പോൾ ഓരോന്ന് കയറ്റി നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാൻ വേണ്ടി. അന്നേരം അതൊക്കെ നമുക്ക് വഴിയെ ഒന്നൊന്നായിട്ട് ചെയ്ത് തുടങ്ങാം.
നമ്മളെ മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുത്തുന്നൊരു ഇറക്കമായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ ഉരുണ്ട് താഴെ കിട്ടും. പക്ഷേ കയറ്റം അതേപോലെ തന്നെ ശ്രദ്ധിച്ച് കയറിയില്ലാന്നുണ്ടെങ്കിലും ഉരുണ്ട് താഴെ കിട്ടോ. നല്ല കയറ്റാണ് ഇങ്ങനെ കുത്തനെ തിട്ട് പോലെ ആയിട്ട് ഈ ഒരു ഭാഗമൊക്കെ. അപ്പോൾ എന്തായാലും വരുന്ന ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസ് കൂടെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് മേളിലേക്ക് കയറാം. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഉഷാറായിട്ട് നിൽക്കുക കേട്ടോ. ഈ ഒരു ഇല പിന്നെ നമുക്ക് വരും ഇതിൻ്റെ ഒരു കൈയൊക്കെ ഒന്ന് ഒഴുക്കി സെറ്റാക്കാൻ മാത്രം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്ന കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ വേണ്ടി മറക്കരുത്. നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.